ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിന്ന് കന്യാകുമാരിയിലോട്ട് പോകാൻ പോവാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് കന്യാകുമാരി പോണ കാര്യം പറഞ്ഞ് അവസാനം ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ടൈം കിട്ടിയത്. ഇത് പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു കന്യാകുമാരിയിലോട്ടുള്ള പോക്ക്. ഞങ്ങൾ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് വരും. എന്നിട്ട് ട്രെയിനിന് കന്യാകുമാരി പോകും. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ട്രെയിനിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കസിൻ അനിയത്തിയും അനിയനും കൂടി അവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് സെറ്റായിരുന്നു. ഞാനും കസിൻ ചേച്ചിയും കൂടി കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ശ്രീദേവി ഹോട്ടലിലോട്ട് വന്ന് അപ്പോഴും കണ്ടു അവർ ആദ്യം തന്നെ കഥയും പറഞ്ഞ് സീറ്റ് അവിടെ നേരത്തെ പിടിച്ചിട്ടുണ്ട്. എൻ്റെയും കസിൻ ചേച്ചിയുടെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കസിൻസിന് 3 പേർക്കും കൂടി ഒരു റൂം വേണമെന്നായിരുന്നു. ഞങ്ങളങ്ങനെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എങ്കിലും അതൊന്നും നടന്നില്ല. അവരാരും സമ്മതിച്ചില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു റൂമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിയിട്ട് എല്ലാവരും കൂടി എങ്ങനെയൊക്കെ ഒരു റൂമിൽ കയറി ഇരുന്നു. എനിക്കതാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ ടെലിഫോണും അതും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാടലായിരുന്നു. ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ ബീച്ചിലും ടെമ്പിളൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവിടെ നിന്ന് റെഡി ആയിട്ടുള്ള എൻ്റെയും കസിൻ ചേച്ചിയുടെ ഔട്ട്ഫിറ്റൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതുവരെയും കൂട്ടിന് ആരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കസിനെ അങ്ങോട്ട് കയറി പിടിച്ച്. പിന്നെ അവിടെ ചെന്ന് എല്ലാവരും പാറയുടെ മേലിൽ കയറി നിന്ന് ഇരുന്നും കിടന്നും നിന്നൊക്കെ പറഞ്ഞ ഫോട്ടോ എടുക്കലായിരുന്നു. അതാണല്ലോ മെയിൻ പണിയും. പിന്നെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ മുടിയെല്ലാം കൂടി പറക്കുമായിരുന്നു. ഞാനും കൂടി പറന്നാനുള്ള കാറ്റുണ്ടായിരുന്നു അവിടെ. ബാക്കിയുള്ള എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഞാനും കസിനൊക്കെ കൂടി 2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ഉടനെ നേരെ ഷെല്ല് പെറുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിറച്ച് ഷെല്ലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം പെറുക്കാൻ പോയി. എനിക്കാണെങ്കിൽ അവിടെ നിന്നൊരു റെയർ ഷെല്ല് കിട്ടി. അത് കണ്ടിട്ട് അതാണ് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ അനിയനെയൊക്കെ കൊണ്ട് കാണിച്ച്. ആദ്യം ഞങ്ങളൊരു പാൻറ് ഇട്ടുകൊണ്ട് വന്നിട്ട് അവിടെ ചെന്ന് ആ പാൻറ് ഊരി ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടന്നു ഇരുന്നൊക്കെ പെറുക്കുമായിരുന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷെല്ല് കണ്ടിട്ട് ഞാനത് ഒച്ചാണോ എന്നായി ചോദിക്കുന്നത്. എനിക്കത് കണ്ടിട്ട് ഒച്ചാണോ ഷെല്ലാണോ എന്നുകൂടി മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ചേച്ചിയൊക്കെ ആദ്യം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ പിന്നെ ഇട്ടിട്ട് പോയി. ഞാനും കസിൻ അനിയത്തിയും കൂടിയായിരുന്നു ഇവിടെ നിന്ന്. ഞങ്ങളുടെ മെയിൻ എൻജോയ്മെൻറ്റാണ് ഈ ഷെല്ല് വറക്കലൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു കുതിരയുടെ മണ്ടയിൽ കയറി ഞാനും കസിൻ അനിയത്തിയും കൂടി. അയ്യോ, അതായിരുന്നു മെയിൻ കാര്യം. എനിക്കാണെങ്കിൽ ചത്തില്ലെന്ന് പറയുന്ന എക്സ്പ്രഷൻ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ താഴെ വീഴൊന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ കസിൻ അനിയത്തിക്കാണെങ്കിൽ അത് ഭയങ്കര എൻജോയ്മെൻറ്റ്. അവളവിടെ കിടന്ന് ചിരിക്കുന്നു. എൻ്റെ കളിച്ചത് കണ്ടിട്ട് എൻ്റെ അനിയനും അവിടെ കിടന്ന് ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ ആ കുതിര തലയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എന്തോ പോലെ ആക്കും. അവിടെ നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അതിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ 2 വട്ടം അതിൻ്റെ മേളിൽ കയറി. എൻ്റെ കസിൻ ചേച്ചിയുടെ കൂടെയും കയറി, അനിയത്തിയുടെ കൂടെയും കയറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ടെമ്പിളിലോട്ട് വന്ന ടെമ്പിളിലെ ദേവിയുടെ മൂക്കുത്തി ഭയങ്കര തിളക്കമുള്ളതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, ഈ ടെമ്പിളിൽ പോകുന്ന പാർട്ട്. അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഊരി ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ടെമ്പിളിലോട്ട് കയറി. ടെമ്പിളിലോട്ട് കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ നിറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം അവിടെ ഇങ്ങനെ കുറേ ഷെല്ലും അതും ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇയറിങ്സും മറ്റേ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ ഇതുള്ള മിററും ഉണ്ടായിരുന്നു. അവിടെ നിറച്ച് മിറർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന്. എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ കസിൻ ചേച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് പോസ് ഇട്ടുകൊണ്ട് വരും. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ അവൾ എന്നെ കണ്ടുകൊണ്ട് നേരെ വന്ന് പോസ് ഇട്ട് അവിടെ നിന്ന്. ഞാൻ എൻ്റെ കസിൻ അനിയത്തിയും കൂടി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിപ്പെറുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നോക്കുമായിരുന്നു. എൻ്റെ കസിൻ ചേച്ചി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ചെയിനും കമ്മലും ഒക്കെ. പിന്നെ ഈ ശംഖ് അത് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ നോർമൽ ഷെല്ലും എന്താണ്ടൊക്കെ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, കുറേ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നൈസായിട്ട് ഇങ്ങ് പോകുന്നു. അവിടെ നിന്നൊരു മിറർ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന്. ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയി. പിറ്റേന്ന് രാവിലെ ഈ സൂര്യോദയം കാണാൻ വേണ്ടി എൻ്റെ അമ്മയും അച്ഛനും അനിയനും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരും പോയില്ല. ഞാനൊരു 5:30 ആയപ്പോഴേ എണീറ്റ്. കാരണം ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ പോകാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടായിരുന്നു. സോ
അവിടെ പോകാൻ ഞങ്ങൾ ഒരുങ്ങുമായിരുന്നു റൂമിൽ നിന്ന്. എൻ്റെ അമ്മയ്ക്ക് ഈ സൂര്യോദയം കാണണമെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് വന്ന്. ഞാനത് കണ്ടില്ല, മിസ്സായി പോയി. നല്ല സാരമില്ല, വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ അനിയനും രാവിലെ കുത്തിപ്പൊക്കി അവിടെ എണീച്ചിട്ട് ഇങ്ങനെ ഉറക്കം വന്ന് തൂങ്ങി. എൻ്റെ നടപ്പ് കണ്ടാലേ അറിയാവും നല്ല ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുവാണെന്ന്. അവിടെ നിറച്ച് ആൾക്കാരുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത്. അവർ അവിടെ നിന്ന് സൂര്യോദയം കണ്ടിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് നേരെ വിവേകാനന്ദപ്പാറ പോവാൻ. അതിന് മുമ്പേ ഞങ്ങൾക്ക് ഫുഡും കഴിക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഹോട്ടലിലോട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി നേരെ അവിടെ ക്യൂ നിൽക്കണം. ബോട്ടിലാണ് അവിടെ വിവേകാനന്ദപ്പാറ പോകുന്നത്. അപ്പോൾ ആ ക്യൂ നിൽക്കാൻ പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് രാവിലെ ഒരുങ്ങാൻ ടൈമൊന്നും കിട്ടിയില്ല. കുറേ കമ്മലും വലിയ മാലയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര എൻ്റെ മുഖം ഒട്ടും തെളിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ക്യൂ നിന്ന് എങ്ങനെയൊക്കെയാണ് ബോട്ടിൽ കയറുക. അവിടെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ചൂടെടുത്ത് ഞാൻ വിയർത്തൊലിക്കുമായിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത്. അവരൊക്കെ ഫ്രണ്ടിൽ കയറി നേരത്തെ സീറ്റ് പിടിച്ച്, ഞങ്ങളിവിടെ ആയിപ്പോയി. പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ ആ ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ട് അവൻ ഒട്ടും ഇടുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി. പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇന്ന് ഒറ്റയ്ക്കും കൂട്ടായിട്ടൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. ഇവിടെയൊക്കെ വന്നാൽ പിന്നെ മെയിൻ കാര്യം ഫോട്ടോ എടുക്കാനുള്ളതാണല്ലോ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാനും അച്ഛനും കൂടി ഇന്നൊരു ഫോട്ടോ എടുത്ത്. പിന്നെ ഇവർ അവിടെ നിന്ന് കുറേ പോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ എൻ്റെ കസിൻ ചേച്ചിക്ക് അവിടെ നിന്ന് ആരും ഇല്ലാതെ ഒരു എസ്തെറ്റിക് ഫോട്ടോ കിട്ടിയെന്നും പറഞ്ഞ് ഞാനും അവിടെ പോയി നിന്ന് വലിയ കാര്യത്തിൽ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ അവിടെ കയറി നിന്ന് എൻ്റെ ബാക്കിൽ വന്ന് വെടി വെക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് എനിക്ക് നല്ല ഫോട്ടോയൊക്കെ കിട്ടി. എൻ്റെ അനിയനാണെങ്കിൽ അവിടെ മൊത്തം ഓടിക്കളിക്കുമായിരുന്നു, എൻ്റെ കസിൻ അനിയത്തിയായിട്ട്. ഇവിടുന്ന് നേരെ ഞങ്ങൾ അപ്പുറത്തൊരു തിരുവല്ലവർ എന്നെന്തോ പറഞ്ഞൊരു അവിടെ കാണുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നടന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് അവിടെ അടിയിലുള്ള കടലിൻ്റെ ഫോട്ടോ അവർ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചിരിക്കുകയാണെന്ന്. കാരണം എനിക്ക് സത്യമായിട്ട് അത് കാണാൻ കൂടി പറ്റിയില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായ കൂടി ഇല്ലായിരുന്നു അവിടെ അടിയിൽ ഇതുണ്ടെന്ന്, ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എല്ലാവരും സ്വന്തം കാലിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു എൻ്റെ അടിയിൽ നിന്ന്. എൻ്റെ അനിയനാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് അവൻ സൈഡിൽ കൂടെ നടക്കുമായിരുന്നു. നടുക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ്, സൈഡിൽ കൂടെ അവൻ നടന്നവന് നല്ല പേടിയായിരുന്നു എൻ്റെ മണ്ടയിൽ കൂടെ നടക്കാൻ. പക്ഷേ ഈ അറ്റത്തെത്തിയപ്പോൾ അതൊന്ന് കുലുങ്ങിയപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കാലിൻ്റെ ഫോട്ടോ എടുക്കലായിരുന്നു മെയിൻ പണി. പിന്നെ എൻ്റെ അമ്മയും അനിയനും കൂടി ഫോട്ടോ എടുത്ത്, എൻ്റെ അച്ഛനും അനിയനും കൂടി ഫോട്ടോ എടുത്ത് കണ്ട്. എൻ്റെ അനിയൻ ആ സൈഡിൽ കൂടെ, ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലിൽ കൂടെ നടക്കുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അവിടെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ ഹോളുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സൈഡിലായിട്ട് ഓരോ ഹോളുണ്ട്. ഞാനും അവരായിട്ട് ഇങ്ങനെ ആ ഹോളിൻ്റെ നടുക്കുന്ന ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ ഈ റോക്കിൻ്റെ അവിടെ നിന്നിട്ടും ഫോട്ടോ എടുത്ത് കുറച്ചൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ.